നോക്കാം. പോലീസും CPM-ഉം പ്രവർത്തകരും ആക്രമിക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് ആരംഭിച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് മാർച്ച് നയിക്കുന്നത്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് ആരംഭിച്ചിരിക്കുന്നു. VD സതീശൻ നേതൃത്വം നൽകുകയാണ്. വലിയ സുരക്ഷയാണോ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഒരുക്കിയിട്ടുള്ളത്? ദിവ്യ, പ്രസ് ക്ലബ്ബ് പരിസരത്ത് നിന്ന് തുടങ്ങിയ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് എത്തുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. പ്രതിപക്ഷ നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന് നേതൃത്വം നൽകുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം മുഴുവൻ നേതൃത്വത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയും കേരള പോലീസിനെതിരെയും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഭിന്നശേഷിക്കാർ പോലും ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ അങ്ങനെയൊരു പ്രതിഷേധം വലിയ പ്രതിഷേധം തന്നെയാണ് തിരുവനന്തപുരത്തിലെ സെക്രട്ടേറിയറ്റ് പരിസരം സാക്ഷിയാവുന്നത്. നമ്മൾ വിവിധ ജില്ലകളിൽ കണ്ടു. കൊച്ചിയിലും മറ്റ് ഓരോ ജില്ലകളിലും നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധം ഇറങ്ങിയിരുന്നത്. എന്നാൽ അതിനേക്കാട്ടും വലിയ പ്രതിഷേധം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പരിസരത്ത് നടത്തുന്നതിലും പ്രസിഡന്റിന് മുന്നിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മാർച്ച്, യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാർച്ച് നയിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അടക്കമുള്ള എല്ലാവരും മാർച്ചിൽ അണിനിരക്കുകയാണ്. CPM പ്രവർത്തകരും പോലീസും ചേർന്ന് ആക്രമിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ഷിജോ തുടരുന്നുണ്ട്. ഷിജോ, ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് മാർച്ച്? സെക്രട്ടേറിയറ്റിന് പരിസരത്തെത്തിയോ? ദിവ്യ, സെക്രട്ടേറിയറ്റ് മാർച്ച്, യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 10 മിനിറ്റ് മുമ്പാണ് പ്രസ് ക്ലബിന് മുന്നിൽ നിന്ന് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് തുടങ്ങിയത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ഭാഗത്തെ ഗതാഗതം പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മാർച്ച് കടന്നു വരുന്നത്, ഈ പ്രതിഷേധ മാർച്ച് കടന്നു വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയോ ഗുണ്ടയോ എന്നെഴുതിയ ഒരു ബാനർ പിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവും രാഹുൽ മാങ്കൂട്ടത്തിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും പ്രവർത്തകരും ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് എത്തുകയാണ്. ഈ പ്രതിഷേധ മാർച്ച് ഒരു തരത്തിലും അക്രമാസക്തമാകാതിരിക്കാനായിട്ട് പോലീസ് വലിയ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിൽ. വരുന്ന വഴിക്ക് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപിച്ച ഫ്ലക്സ് അടക്കമുള്ളവ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിച്ചിരുന്നു. ഒരു തരത്തും സ്ഥാപിച്ചിരുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും ഒക്കെ സ്ഥാപിച്ച ഫ്ലക്സ് നശിപ്പിച്ചതിനു ശേഷമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ സെക്രട്ടറി മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇന്ന് രാവിലെ തന്നെ പറഞ്ഞ കാര്യമുണ്ട്. പോലീസ് ഈ പ്രവർത്തകർക്കെതിരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി മർദ്ദിക്കുന്നവർക്കെതിരെ കേസെടുത്തില്ലെങ്കിൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ കേസെടുത്തിട്ടില്ല എങ്കിൽ പോലും അത്തരത്തിൽ നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾക്കറിയാം എന്നുള്ളൊരു മുന്നറിയിപ്പ് പ്രതിപക്ഷ നേതാവ് സംസ്ഥാന സർക്കാരിന് ഇന്ന് രാവിലെ നൽകിയതാണ്. കാരണം ഒരു തരത്തിലും പിന്നോട്ട് പോകേണ്ടതില്ല, ഞങ്ങളുടെ പിള്ളേരെ മർദ്ദിച്ചാൽ തിരിച്ചടിക്കാൻ അറിയാം എന്നുള്ളൊരു മുന്നറിയിപ്പ് പ്രതിപക്ഷ നേതാവ് ഇന്ന് രാവിലെ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും കേരള പോലീസിനും നൽകിയതാണ്. ആ ഒരർത്ഥത്തിൽ എല്ലാ മുന്നൊരുക്കങ്ങളോടും കൂടിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിലൊരു സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. എന്തായാലും സെക്രട്ടേറിയറ്റ് കവാടത്തിന് മുന്നിലേക്ക് ഈ പ്രതിഷേധ മാർച്ച് എത്തുകയാണ്. കനത്ത സുരക്ഷ ഒരുക്കിയാണ് പോലീസ് ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിൽക്കുന്നത്. എന്തായാലും സമീപകാലത്തൊന്നും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കണ്ടിട്ടില്ല. വലിയ പ്രതിഷേധം തന്നെയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പരിസരം സാക്ഷിയാകുന്നത്. ഈ പ്രതിഷേധ മാർച്ചിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് ഈ സമരത്തിന്റെ തീവ്രത കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച്, അല്ലെങ്കിൽ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ കനത്ത സുരക്ഷയും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. മുന്നിൽ പോകുന്നത് ഡിവൈഎഫ്ഐയുടെ മർദ്ദനമേറ്റ ഭിന്നശേഷിക്കാരനായ അജി കണ്ടലൂരാണോ?
ദിവ്യ, നമുക്ക് അദ്ദേഹം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊല്ലത്ത് വെച്ച് മർദ്ദനമേറ്റ, ആലപ്പുഴയിൽ വെച്ച് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസിന്റെ ഭിന്നശേഷിക്കാരനായിട്ടുള്ള പ്രവർത്തകൻ തന്നെയാണ്. അദ്ദേഹവും ഈ മാർച്ചിന്റെ ഭാഗമായിട്ട് ഏറ്റവും മുൻനിരയിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വലിയ തോതിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും മർദ്ദിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇപ്പോൾ എന്തായാലും സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം എത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് മുന്നിൽ സ്ഥാപിച്ചിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രിമാരുടെയും ഒക്കെ ഫ്ലെക്സുകൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടാകുന്നു. എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. കനത്ത സുരക്ഷ ഒരുക്കിയാണ് പോലീസ് അവിടെ നിൽക്കുന്നത്. ജലപീരങ്കി അടക്കമുള്ള ക്രമീകരണങ്ങൾ പോലീസ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും സെക്രട്ടേറിയറ്റ് സമര ഗേറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഫ്ലെക്സ് അടക്കമുള്ളവ നശിപ്പിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തീർക്കുന്നത്. ഇത്രയും വലിയ ഒരു പ്രതിഷേധം സമീപകാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഇത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും പ്രതിഷേധം അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഉദ്ഘാടനം ചെയ്യും. നമുക്ക് അറിയാം, പ്രതിപക്ഷം പലതരത്തിലുള്ള സമരങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് വളയൽ അടക്കമുള്ള സമരങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ, കളക്ടറേറ്റ് വളയൽ, അതുപോലെ പോലീസ് സ്റ്റേഷൻ മാർച്ചൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത്തരം സമരങ്ങളിലൊന്നും പ്രതിപക്ഷ നേതാവ് നേരിട്ട് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തന്നെ ആ സമരത്തിനെ മുന്നിൽ നയിച്ചുകൊണ്ട് ഇപ്പോൾ പ്രവർത്തകരെല്ലാം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവിടെ കുത്തിയിരിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിലേക്ക്, ഔദ്യോഗിക ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അണിനിരക്കുകയാണ്. പ്രവർത്തകർക്ക് ഷാഫി പറമ്പിൽ നിർദ്ദേശം നൽകുകയാണ്. എല്ലാവരോടും അവിടെ ഇരിക്കാൻ നിർദ്ദേശിക്കുന്നത് നമുക്ക് കാണാം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ഗോപാൽ ശിലാസനൽ കൂടി ചേരുന്നു. ഗോപാൽ, അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രവർത്തകർ അണിനിരക്കുകയാണ്. ഔദ്യോഗിക ഉദ്ഘാടനത്തിലേക്ക് കടക്കുന്നു. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി കോൺഗ്രസ് നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചൊക്കെ വലിയ സംഘർഷത്തിൽ കലാശിച്ച് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ട് വലിയ സുരക്ഷയാണോ അവിടെ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഒരുക്കിയിട്ടുള്ളത്? എന്താണ് വിവരങ്ങൾ? ഇത്രയും പ്രവർത്തകരെ നിയന്ത്രിക്കാനുള്ള ഒരു പോലീസ് സുരക്ഷ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം 1000-ഓളം വരുന്ന പ്രവർത്തകരുണ്ട് ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ. നേരത്തെ ഷിജോ കുര്യൻ സൂചിപ്പിച്ചതുപോലെ സമീപകാലത്ത് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്ത ഏറ്റവും വലിയ സമരപരിപാടികളിൽ ഒന്ന് എന്ന തരത്തിലേക്ക് ഈ പരിപാടിയെ വിശേഷിപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം പുതിയ നേതൃത്വം അധികാരമേറ്റതിനു ശേഷം ഉള്ള ആദ്യ പരിപാടിയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേതൃത്വം നൽകിയ, അദ്ദേഹം നയിച്ച ഒരു മാർച്ച് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാപ്തി, മാർച്ചിന്റെ വ്യാപ്തിയും അതുപോലെ തന്നെ നിരവധി രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിന്റെ ഒരു സാന്നിധ്യവും ഏറെ ശ്രദ്ധേയമാണ്. പ്രസ് ക്ലബിൽ നിന്നും ഈ സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിന് മുമ്പിലേക്ക് എത്തുന്ന ആ വഴിയിലെല്ലാം തന്നെ വളരെ അക്രമാസക്തമായ രീതിയിൽ തന്നെയായിരുന്നു പ്രവർത്തകർ മാർച്ചിൽ റിയാക്ട് ചെയ്തത്. വരുന്ന വഴിയിലുള്ള നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ഫ്ലെക്സ് ബോർഡുകളും പ്രവർത്തകർ അടിച്ചു നശിപ്പിച്ചു. ഈ സെക്രട്ടേറിയറ്റിന് മുൻപിലായി ഒരു വലിയ ഫ്ലെക്സ് മന്ത്രി മുഹമ്മദ്
റിയാസിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ചിത്രങ്ങൾ ഉണ്ടായിരുന്ന വലിയൊരു ഫ്ലെക്സ് ബോർഡ് ഉണ്ടായിരുന്നു. അത് പ്രവർത്തകർ ചേർന്ന് പൂർണ്ണമായും നശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാരിക്കേഡിന് മുകളിൽ വിജയൻ മുഖ്യ ഗുണ്ടയോ മുഖ്യമന്ത്രിയോ എന്ന എഴുതിയ ഒരു ബാനർ കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബാരിക്കേഡിന് മുകളിൽ കയറി കൊടികൾ സ്ഥാപിച്ചും ബാനർ സ്ഥാപിച്ചും പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പിണറായി വിജയൻ ക്ഷമിക്കണം, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം ഈ മാർച്ചിനെ നയിച്ചു എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ വളരെ പടിപ്പെട്ടാണ് ഇവിടെ ഇരുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം വലിയ ഒരു ജനക്കൂട്ടം തന്നെ ഈ മാർച്ചിലൂടെ ഒഴുകിയെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ നിയന്ത്രിക്കുന്നതിൽ കാര്യമായ ഒരു ചില പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പോലീസ് സംവിധാനവും അതിനുവേണ്ടി ഉതകുന്ന തരത്തിലേക്കുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ചില സംശയങ്ങളുണ്ട്. എന്തായാലും ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം ഈ പ്രതിഷേധ മാർച്ച് എത്തരത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. കാരണം ഒരു സംഘർഷത്തിനുള്ള സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നുണ്ട്. കാരണം അത്രയധികം ആൾക്കാർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ നിയന്ത്രിക്കാൻ തക്ക രീതിയിലുള്ള ഒരു പോലീസ് സംവിധാനം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വലിയൊരു ജനക്കൂട്ടമുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട യൂത്ത് കോൺഗ്രസ് മാർച്ച് പോലെ ഒരു മാർച്ചല്ല. അതിന് ഉപരി വലിയ രീതിയിൽ അക്രമാസക്തമായ രീതിയിൽ വരുന്ന വഴി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് വരുന്ന വഴികളിൽ ഉണ്ടായിരുന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടതും CPM-ന്റേതായിട്ടുള്ള എല്ലാ ഫ്ലെക്സ് ബോർഡുകളും ഒന്നൊഴിയാതെ നശിപ്പിച്ചുകൊണ്ടാണ് അവർ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാർച്ചിന്റെ ഭാവി എന്താണ്, ഇത് എത്തരത്തിലാണ് ഇനി മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോഴും പ്രവർത്തകർ ഈ റോഡിൽ കൂടി നിൽക്കുകയാണ്. പലയിടങ്ങളിലായി കൂടി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. അവരെ നിയന്ത്രിക്കാൻ നേതൃത്വം തന്നെ ഏറെ പണിപ്പെടുന്നുണ്ട്. ഷാഫി പറമ്പിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ തന്നെ നേരിട്ടിറങ്ങി ഇവരെ അവിടെ ഇരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ട് പോലും പ്രവർത്തകർ ഇവിടെ ഒരിടത്ത് ഇരിക്കാതെ സമീപനം പാലിക്കാതെ പലയിടങ്ങളിലായി കൂടി നിന്ന് വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളാണ് ഇവരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ മൈക്കിലടക്കം സംസാരിക്കുന്നത്. ഈ പോരാട്ടത്തിന്റെ പ്രാധാന്യം കൊണ്ടാണ് ഏറെ ബഹുമാനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകുന്നത്. ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന് സ്വാഗതം പറയുവാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ അബിൻ വർക്കി കോടിയാട്ടിനെ ക്ഷണിക്കുന്നു. എത്രയും ബഹുമാനപ്പെട്ട ഈ മാർച്ചിന്റെ നായകൻ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, ഈ മാർച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മുഖ്യമന്ത്രിയോ അതെയോ മുഖ്യ ഗുണ്ടയോ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. കല്യാശ്ശേരിയിൽ നിന്ന് തുടങ്ങി ഇങ്ങ് കൊല്ലം എത്തിച്ചേരുമ്പോ മുഖ്യമന്ത്രിയുടെ ഗുണ്ടകളായ പോലീസുകാർ, മുഖ്യമന്ത്രിയുടെ ഗുണ്ടകളായ സുരക്ഷാ ഉദ്യോഗസ്ഥർ, മുഖ്യമന്ത്രിയുടെ ഗുണ്ടകളായ ഗൺമാൻ, മുഖ്യമന്ത്രിയുടെ ഗുണ്ടാത്തരം കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന കുറെ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ ഇവർ ചേർന്ന് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു. ആ അടിച്ചമർത്തലിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു സംശയവുമില്ല, ഇത്രയും ഗുണ്ടകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു യാത്ര നടത്തുന്ന മുഖ്യമന്ത്രിയല്ല, മുഖ്യ ഗുണ്ടയാണ്. ഞാൻ നിർമ്മിപ്പിക്കുന്നില്ല. ഈ യോഗത്തിലേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരുടെ ഈ ധർണാ സമരത്തിലേക്ക്, ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബാക്കി ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, MLA ശ്രീ ഷാഫി പറമ്പിൽ, യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഉദ്ഘാടന ചടങ്ങാണ് കാണുന്നത്. അബിൻ വർക്കിയാണ് സംസാരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഉദ്ഘാടനം ചെയ്യുക. വി ഡി സതീശൻ സംസാരിക്കുന്ന മുറയ്ക്ക് നമുക്ക് അതിലേക്ക് വരാം.